ഈ കല്യാണത്തിൽ പങ്കെടുത്തതിൽ യാതൊരു ജാഗ്രത കുറവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും കാരണം നമ്മളൊക്കെ 100 വട്ടം ചിന്തിച്ചിട്ടാണല്ലോ ആ റിസപ്ഷന് പോയിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊന്നുമില്ല. അത് ഈ നാട്ടിൻ്റെ ഒരു ആചാരമാണ്. ഞാൻ ചോദിക്കുന്നത്, എം രാജഗോപാൽ എൻ്റെ ഭാര്യയുടെ നേരെ അമ്മാവനാണ്. അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് മുഴുവൻ കോൺഗ്രസ്സുകാരും ഈ DCC പ്രസിഡന്റ് അടക്കം പോയില്ലേ? അദ്ദേഹം ഇവിടുത്തെ CPM-ൻ്റെ MLA അല്ലേ? AK ആൻ്റണിയുടെ വീട്ടിൽ അനിൽ ആൻ്റണി എന്ന് പറയുന്ന BJP-യുടെ നേതാവുണ്ട്. ആ വീട്ടിലേക്ക് K സുധാകരൻ എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് പോവാതിരിക്കാൻ പറ്റുമോ? പോയില്ലേ? ഒരു വീട്ടിൽ എത്ര രാഷ്ട്രീയക്കാരുണ്ട്? ഇപ്പോൾ ഈ കേസിൽ തന്നെ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രീ ഉണ്ണിത്താനോടൊപ്പം അധ്വാനിച്ച ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപാണ്. ആ പ്രദീപിനൊക്കെ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചതാണ്. പ്രദീപിൻ്റെ വീട്ടിൽ എത്ര പാർട്ടിക്കാരുണ്ട്? ഞങ്ങളുടെ വീട്ടിലല്ലോ ഒറ്റ പാർട്ടിയാണ്. ഈ നിൽക്കുന്ന മുഴുവൻ എൻ്റെ ബ്രദേഴ്സ്, ഇങ്ങോട്ട് വാ, ഈ ബ്രദേഴ്സ്, എൻ്റെ മരുമക്കൾ എല്ലാവരും ഈ കല്യോട്ട് കേസിലെ പ്രതികളാണ്. ഓരോ ആൾക്കും 2-3 കേസിലെ പ്രതികളാണ്. ഈ വിവരങ്ങൾ മുഴുവൻ 12 പേജുള്ള എൻ്റെ റിപ്പോർട്ടിൽ ഞാൻ എഴുതി കൊടുത്തിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ ഒരു പേജ് വായിക്കാൻ അതിനകത്തെ അംഗം നിയാസ് KPCC പ്രസിഡന്റിനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല. അദ്ദേഹം അതിനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല. ആ പേജിനകത്ത് ഓരോ അക്ഷരം 1984 ഈ പറയുന്ന ഗംഗാധരൻ നായർ ഈ മണ്ണിൽ CPM കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി മണിപ്പാലിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് ആ കേസിലെ പ്രതികൾക്കെതിരെ സാക്ഷി പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാണ്. അതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊക്കെ ഊരുവിലക്കുണ്ടായി CPM-ൻ്റെ പേരിൽ. അന്നു മുതൽ ഇന്ന് വരെ അങ്ങനെ ഒരു യുദ്ധം CPM-നെതിരെ അചഞ്ചലമായ ഒരു പോരാട്ടം നടത്തുന്ന ഒരു മണ്ണിലെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, എൻ്റെ ഏറ്റവും ഗുരുഭൂതരായിട്ടുള്ള ഇത്തരം നേതാക്കന്മാരെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ, നാട്ടിൽ വിളവെടുക്കാൻ പോയിട്ട് വിത്ത് പാകാൻ കഴിയാത്തൊരു മനുഷ്യൻ ഈ കാസർഗോഡിൻ്റെ മണ്ണിൽ വന്ന് നിൽക്കുന്നുവെങ്കിൽ അതിനെതിരെ പോരാടാൻ ശ്രമിക്കും. ഇപ്പം അദ്ദേഹം ഒരു പ്രത്യേക ഹാങ് ഓവറിലാണ്. ആ ഹാങ് ഓവർ കഴിയും. ആ ഹാങ് ഓവറിൽ പല സംഭവങ്ങളായി ചെയ്തിട്ടുണ്ട്. എന്നെ ബോധത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, കസബ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് എറണാകുളത്ത് കേസ് ഉണ്ടായിട്ടില്ല കള്ളു പിടിച്ചതിൻ്റെ പേരിൽ. കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിട്ടില്ല. പെണ്ണ് പിടിച്ചതിൻ്റെ പേരിലും കേസ് ഉണ്ടായിട്ടില്ല. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. 100%. ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ രാത്രി എന്നെ TU രാധാകൃഷ്ണൻ വിളിക്കുന്നു, KPCC പ്രസിഡന്റുമായി സംസാരിക്കുന്നു, രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കുന്നു, VD സതീശനുമായി സംസാരിക്കുന്നു, മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിക്കുന്നു. സംഘടനാ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ, ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ തിരക്ക് മാനിച്ചിട്ട് അദ്ദേഹത്തിന് മെസ്സേജാണ് അയക്കാറുള്ളത്. ആ ഓരോ മെസ്സേജിനും അദ്ദേഹം കൃത്യമായിട്ട് മറുപടി അയക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത് പൊടുന്നനവേ ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായതിൻ്റെ പിന്നിൽ ഉണ്ണിത്താൻ എന്ന വിടുവായനോടുള്ള ഭയമാണ്. എന്തും പറഞ്ഞു കളി. ഇപ്പം ഞാനിവിടെ പറയുമ്പോൾ തന്നെ എന്നോട് പലരും പറയല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുമോ? എല്ലാവരും പറയുന്നതാണ്. എന്നോട് ഒരു നേതാവ് പറഞ്ഞത്, ഒരു നേതാവ് എന്നല്ല പേര് വേണമെങ്കിലും പറയാം ഞാൻ, ആ കണ്ടാമൃഗത്തിനോട് ആര് സംസാരിക്കും ബാലകൃഷ്ണ? ഐ ആം റെഡി ടു സേവ് യു. പക്ഷെ ആ കണ്ടാമൃഗത്തിനോട് ആര് സംസാരിക്കുന്നതാണ് പറഞ്ഞത്. ഇനി വേറെ അംഗത്വം ഇല്ലല്ലോ. ഭാവി അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ജീവാത്മാവും പരമാത്മാവും കോൺഗ്രസ് ആണ്. ഈ സിരകളിലൂടെ ഒഴുകുന്നത് കോൺഗ്രസിൻ്റെ രക്തമാണ്. അതിൽ നിന്ന് മാറ്റിയുള്ള ഒരു ചിന്ത ഞങ്ങളെ സംബന്ധിച്ചിട്ടില്ല. ഈ മണ്ണിൽ ഇത്രയും കാലം CPM-നോട് പടവെട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് നിലനിൽക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് വേണ്ടുന്ന അധ്വാനം നമ്മൾ തീർച്ചയായിട്ടും നടത്തും. എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമല്ലേ? കാരണം ഞങ്ങളുടെ ഒന്നും പൊതുജീവിതത്തിൽ ഇന്ന് വരെ ഒരു കറുത്ത പൊട്ടില്ല. ഞങ്ങൾ ആരോടും 1000 രൂപ സംഭാവന എന്ന പേരിലോ തിരിച്ചു കൊടുക്കാം എന്ന പേരിലോ വാങ്ങിയിട്ടില്ല. ഞങ്ങൾ മറ്റേതെങ്കിലും കേസിൽ പ്രതിയായിട്ടില്ല. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് സകലതും ത്യജിച്ച ആളുകളാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ എനിക്ക് 25,000 രൂപ കൊണ്ടുവന്ന് തന്നു ഇലക്ഷനിൽ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം അത് വാങ്ങിച്ചാൽ നാളെ അദ്ദേഹം അത് പറയും. മനസ്സിലായില്ലേ? അദ്ദേഹം പണമുണ്ടാക്കിയ വഴികളൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം ഇങ്ങോട്ട് പറയാം. അടുത്ത നടപടി തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചാണ്. പക്ഷേ എൻ്റെ ബ്രദറിനും രാമകൃഷ്ണനും ഇവർക്കൊക്കെ അങ്ങനെ നടപടി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു നമ്മൾ 100% കല്ലെറിയും. കാരണം അതിൻ്റെ പിന്നിൽ വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് ഞാൻ KPCC പ്രസിഡന്റോട് നേരിട്ട് പറയാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് എത്ര ആരോപണങ്ങളാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ പലതും നിങ്ങളുടെ ഫോണിൽ. മനോരമ ചാനലിൻ്റെ റിപ്പോർട്ടറില്ലേ ഇവിടെ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ, KC വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞത്? ജീവിതത്തിൽ ഒരിക്കലും ഒരാൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള KPCCയുടെ ഭാരവാഹികൾ, സ്ത്രീ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് പോലും KPCC പ്രസിഡന്റിനെതിരെ ആരോപണം പരസ്യമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, എന്തും വിളിച്ചു പറയാൻ തൻ്റെ ഇടമുണ്ട്, അല്ലെങ്കിൽ എന്താണെന്ന് ഭ്രാന്താത്മകത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന
ഒരാളെയാണ് നമുക്ക് പിടിച്ചു കെട്ടേണ്ടത്.